നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാള സിനിമയിൽ അധികം അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരു വലിയ ആരാധക വൃന്ദമുള്ള നടിയാണ് അമല അക്കിനേനി. എന്റെ സൂര്യപുത്രിക്ക് എന്ന ഫാസിൽ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ താരം ഒറ്റ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയായി. സൗന്ദര്യവും സ്റ്റൈലിഷ് ലുക്കും അന്നത്തെ മറ്റ് താരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ അഭിനയശൈലിയും അമലയ്ക്ക് മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തു. പക്ഷേ ഉള്ളടക്കം എന്നൊരു സിനിമ കൂടി അഭിനയിച്ചതിനു ശേഷം അവർ ഒരിക്കലും മറ്റൊരു ചിത്രം ഏറ്റെടുത്തില്ല. അങ്ങനെ താരത്തിന് നഷ്ടമായ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് കിലുക്കം. അടുത്തിടെ മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് വഴി പുറത്തുവന്ന ഒരു പഴയ വെള്ളിനക്ഷത്രം സിനിമാ വാരികയിലെ വാർത്തയനുസരിച്ച് കിലുക്കം എന്ന സിനിമയിൽ നായികയായി പ്രിയദർശൻ ആദ്യം മനസ്സിൽ കണ്ടത് അമല അക്കിനേനിയെയാണ്. ആ തീരുമാനം നടപ്പിലായെങ്കിൽ മോഹൻലാലിനൊപ്പമുള്ള നടിയുടെ രണ്ടാമത്തെ ചിത്രം കൂടിയായി തീരുമായിരുന്നു ആ ക്ലാസിക് ചിത്രം. എന്നാൽ അധികം വൈകാതെ അമല നായികാസ്ഥാനത്ത് നിന്ന് മാറുകയും പകരക്കാരിയായി രേവതി എത്തുകയും ചെയ്തു. കിലുക്കം 1991 ഫെബ്രുവരി മുതൽക്കാണ് ചിത്രീകരണം ആരംഭിച്ചത്. ആദ്യം നായികയാകാമെന്ന് അമല അക്കിനേനി സമ്മതിച്ചുവെങ്കിലും പ്രതീക്ഷിക്കാതെ ഷൂട്ടിംഗ് നീണ്ടുപോയത് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി. പ്രതീക്ഷിക്കാതെ മറ്റൊരു തിരക്ക് കയറി വരിക കൂടി ചെയ്തപ്പോൾ പ്രിയദർശൻ ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ താരം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണെന്ന് തമിഴിലും മലയാളത്തിലും ഏറെ തിരക്കുള്ള മറ്റൊരു നായികയായ രേവതി കിലുക്കത്തിലെ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. റിലീസായതോടെ ആ ചിത്രം ഒരു കൾട്ട് ക്ലാസിക് പദവി നേടുകയും ചെയ്തു. അമല അക്കിനേനി മാത്രമല്ല, കിലുക്കം എന്ന സിനിമയിലെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രം നിശ്ചലായി അഭിനയിക്കേണ്ടിയിരുന്നത് ആദ്യം ജഗതി ശ്രീകുമാർ ആയിരുന്നില്ല. പ്രശസ്ത നടനും എഴുത്തുകാരനുമായ ശ്രീനിവാസനെയാണ് ആദ്യം ആ വേഷം ചെയ്യാനായി പ്രിയദർശൻ സമീപിച്ചത്. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ മാജിക് വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരണമെന്ന ഉദ്ദേശവും ആ തീരുമാനത്തിനു പിന്നിലുണ്ടായിരുന്നു. എന്നാൽ മറ്റു സിനിമകളുടെ തിരക്കിലായിരുന്ന സീനിയർ നടനെ കിലുക്കം ഒഴിവാക്കേണ്ടി വന്നു. പകരമെത്തിയത് ലെജൻഡറി നടൻ ജഗതിയുമാണ്. എന്തായാലും കിലുക്കം ഇന്ന് കാണുന്ന ക്ലാസിക്കായി മാറിയത് മോഹൻലാൽ അവതരിപ്പിച്ച ജോജിയും രേവതിയുടെ നന്ദിനി തമ്പുരാട്ടിയും തമ്മിലുണ്ടായിരുന്ന അപാര കെമിസ്ട്രിയും ഇരുവരും ജഗതി ശ്രീകുമാരനൊപ്പം എത്തുമ്പോഴുള്ള കോമഡിയും കൊണ്ട് തന്നെയാണെന്ന് സമ്മതിക്കേണ്ടിവരും. ഇന്ന് അമലയെയോ ശ്രീനിവാസനെയോ അവർ എത്ര കഴിവുള്ള നടീനടന്മാരാണെങ്കിൽ പോലും ആ റോളുകളിൽ സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് റെഡിറ്റ് പ്രേക്ഷകർ പറയുന്നത്. അത് 100% സത്യവുമാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് വേണു നാഗവള്ളി തിരക്കഥയൊരുക്കിയ കിലുക്കം പിന്നീട് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനും രേവതിക്കും ജഗതി ശ്രീകുമാരനുമൊപ്പം തിലകൻ, ഇന്നസെന്റ്, മുരളി, സുകുമാരി, തിക്കുരിശി സുകുമാരൻ നായർ, KB ഗണേഷ് കുമാർ, ദേവൻ, ശ്യാമ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.